ഇത് ഹാലോങ് ബേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഇന്ന് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായ ഹാനോയിൽ നിന്ന് ഒരു 2 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഹാലോങ് ബേയിലെത്താം. ഞങ്ങൾ ഇന്ന് രാത്രിയും നാളെ പകലും താമസിക്കുന്നത് ഈ കപ്പലിലാണ്. ഇതൊരു കപ്പൽ എന്ന് പറയാൻ വയ്യ, നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ടൊക്കെ പോലെയാണ്. പക്ഷെ ഇതിന് 3 നിലയുണ്ട്. അപ്പം ഹൗസ് ബോട്ടിൻ്റെ അത്രയും ചെറുതല്ല, കപ്പലിൻ്റെ അത്രയും വലുതുമല്ല. അപ്പം രണ്ടിനും കൂടെ ഇടയ്ക്കുള്ള ഒരു ഇതാണ്. ഞങ്ങൾ എടുത്തത് ലാ റെജീന ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ക്രൂസിൻ്റെ റൂമാണ്. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഒരു ഹോട്ടൽ റൂം നമ്മൾ എങ്ങനെ എടുക്കുന്നു അതേപോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു 4 സ്റ്റാർ കാറ്റഗറിയിൽ നമുക്ക് വരുന്നതാണിത്. അപ്പം ഏത് തരത്തിലുള്ള റൂം വേണമെങ്കിലും ഉണ്ട്. ബാൽക്കണിയുള്ള റൂമുണ്ട്, പിന്നെ മുകളിലത്തെ റൂം നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് എടുത്തത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള മുറിയാണ്, നല്ല വ്യൂ ഉണ്ട്, ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ബാത്റൂമിൽ വരെ വളരെ നല്ല വ്യൂ ആണ്. ആ ടബിൽ കിടന്ന് കുളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വ്യൂ കണ്ടുകൊണ്ട് കുളിക്കാം. അപ്പം അങ്ങനെ ശരിക്കും നമുക്കൊരു വളരെ അത്ഭുതമായി നമുക്ക് ഈ റൂം കണ്ടപ്പം. ഇവിടെയുള്ള എല്ലാ ഈ ക്രൂസ് ഷിപ്പിനും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന് അവർ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അത് അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അവർ അതിന് വേണ്ടിയും കൂടി ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ അത് നല്ലൊരു സൗകര്യമാണ്. കാര്യം ഞങ്ങൾ ഹാനോയിൽ താമസിക്കുന്ന ഹോട്ടലിന് മുമ്പ് ഇവർ കറക്റ്റ് ടൈമിന് വന്നിരുന്നു. അപ്പം ഇതാണ് ബാൽക്കണി എന്നുള്ള വ്യൂ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈം സ്റ്റോൺ കുന്നുകളാണ് ധാരാളം. അപ്പോൾ സമുദ്രത്തിൻ്റെ അകത്തുള്ള ഈ കുന്നുകളുടെ ഇടയിൽ കൂടിയാണ് ഈ കപ്പലുകളൊക്കെ പോവുക. അപ്പോൾ അതൊരു ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണിത്. അപ്പോൾ ആ ലൈം സ്റ്റോൺ വളരെ മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഫോം ചെയ്തതാണ്. താഴെക്കൂടെ വരുന്നൊരു ബോട്ട് കണ്ടില്ലേ? ആ ബോട്ട് എന്താണെന്ന് വെച്ചാൽ അവർ ചെറിയ ചെറിയ സ്നാക്സ് പോലത്തെ സാധനങ്ങൾ വിൽക്കാൻ വരുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു വടിയുണ്ട്. ആ വടിയുടെ അറ്റത്തൊരു സഞ്ചി പോലെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അതിട്ടിട്ട് മുകളിലേക്ക് നമുക്ക് തരും. എന്നിട്ട് നമ്മൾ അവിടുന്ന് പേയ്മെൻറ്റ് ആ സഞ്ചിയിൽ ഇട്ട് കൊടുക്കുക. എന്ത് രസമല്ലേ ഇങ്ങനെ ഓരോ ഐഡിയാസൊക്കെ. അപ്പം ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ലഞ്ചിന് വിളിക്കും. അപ്പോൾ അവരിങ്ങനെ അനൗൺസ് ചെയ്യും, ഇങ്ങനെ ലഞ്ച് ടൈം ആയതൊക്കെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് പോലെയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്താം. അപ്പം ഞങ്ങളുടെ റൂം 301 ആയിരുന്നു. അപ്പോൾ നമ്മുടെ 310 ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ആ ടേബിൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ പോയിരിക്കാം. ഞങ്ങൾ ആദ്യമേ തന്നെ വെജിറ്റേറിയൻ ഫുഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നമുക്ക് സ്പെഷ്യലായിട്ട് ആദ്യം തന്നെ വെജിറ്റേറിയൻ ഫുഡ് സെർവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇരുന്നാലും നമുക്ക് വേറെ കപ്പലുകളുടെയൊക്കെ തന്നെയാണ് വ്യൂ. വെള്ളവും ആ മലകളും ഒക്കെ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് വേറൊരു കപ്പലാണ്. അപ്പോൾ ധാരാളം നമ്മുടെ റോഡിൽ കാണുന്ന പോലെയാണ്, ട്രാഫിക് ജാം പോലെയാണ് കപ്പലുകൾ. ഇഷ്ടം പോലെ കപ്പലുകൾ അവിടെ ഉണ്ട് ഇതേപോലത്തെ. ഇപ്പം നമുക്ക് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ളതുണ്ട്, കുറച്ചും കൂടി ഡേ ടൂർ ആയിട്ടുള്ളതുണ്ട്, 2 ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അങ്ങനെ അപ്പം ഞങ്ങൾ ഒരു ദിവസമാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കപ്പൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരാന്തയിലൊക്കെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം, എത്ര കണ്ടാലും മതി വരാത്ത ഈ കാഴ്ച നോക്കി കുറേ നേരം ഇരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി താമസിക്കാമായിരുന്നു എന്ന് തോന്നി. അത്രയധികം റിലാക്സ്ഡ് ആയിട്ട് നല്ല ഒരു അനുഭവമായിരുന്നു. ഇതാ ലൈം സ്റ്റോൺ മലകളുടെയൊക്കെ ഒരു ക്ലോസർ ലുക്കാണ്. അപ്പം ഇതൊക്കെ ശരിക്കും വലിയ പാറകളാണ്. അപ്പം ഇതിനകത്തൊക്കെ കുറേ ഗുഹകളും ഒക്കെ ഉണ്ട്. ചിലതിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്, പക്ഷേ കുറേ ഹിഡൻ ഗുഹകളുണ്ട്, ആരും പോവാത്തതും ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങൾ എന്ന് പറയാം. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇതൊക്കെ വാൾപേപ്പറിലൊക്കെ കാണുന്ന പോലെ നമുക്കത് നേരിട്ട് കാണുമ്പം അത് വളരെ സന്തോഷം തോന്നും. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു, ലോകത്തിൽ എത്രയോ സ്ഥലങ്ങൾ ഇതുപോലെയുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നതും ചിലത് കാണാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര അത്ഭുതം തന്നെ ഇതൊക്കെ. ഇത് നമ്മൾ 2nd ഫ്ലോറിൽ കയറിയിട്ടുള്ള ആ ഡെക്കാണ്. അവിടെ നിന്ന് നല്ല കുറച്ചും കൂടി നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഫുൾ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണി പോലെ സൈഡിലുണ്ട്. പിന്നെ മുകളിൽ കയറാൻ സൈഡിലൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും ഈ നല്ല ഭംഗിയുള്ള മലകളും പച്ച കളറിലെ വെള്ളവും നല്ലൊരു രസമായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്യാൻ. കുറേ കപ്പലുകൾ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവർ നമ്മളെ കയാക്കിങ്ങിന് കൊണ്ടുപോകും. അപ്പോൾ കയാക്കിങ്ങിന് പോകുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പെഡൽ ചെയ്ത് പോകാൻ പറ്റുന്ന ബോട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ അവർ പെഡൽ ചെയ്യുന്ന അല്ല റോ ചെയ്യുന്ന ബോട്ടുണ്ട്. അതിൽ 4-5 പേര് ഒരുമിച്ച് പോകാൻ പറ്റും. ഞങ്ങൾ അങ്ങനത്തെ ബോട്ടിലാണ് പോയത്. നമ്മുടെ കൂടെ 5-6 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വന്നവരായിരുന്നു. അപ്പോൾ അവർ സംസാരിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വിയറ്റ്നാമൊക്കെ. ഫിലിപ്പൈൻസ്, വിയറ്റ്നാമൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. അപ്പോൾ അവർ നാട്ടിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗോവയിൽ മാത്രമേ അവർ ഇന്ത്യയിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കുറേ സംസാരിച്ചു. അങ്ങനെ ഇങ്ങനെ പോവാണ്. ഇത് ആ ലൈംസ്റ്റോൺ മലകളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഫോം ചെയ്തിരിക്കുന്ന ഒരു ഹോള് പോലെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി നമുക്ക് പോയാൽ നെക്സ്റ്റ് മറ്റേ ഭാഗത്തെത്താം. അപ്പോൾ പക്ഷെ നമുക്ക് വിചാരിക്കും തല മുട്ടും എന്ന് വിചാരിക്കും, അത്രയ്ക്ക് ക്ലോസ് ആണ്. പക്ഷെ അല്ല. അപ്പോൾ ഇങ്ങനെയാണ് ലൈം സ്റ്റോൺ ഫോം ചെയ്ത് വന്നതാണ്. ഇങ്ങനെയാണ് ആ ലൈം സ്റ്റോൺ ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ ബാക്കിയുള്ള ക്രൂസ് ഷിപ്പിലെ ആൾക്കാരെ അവരിങ്ങനെ കയാക്കിങ്ങിന് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ധാരാളം കയാക്കിങ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പം കുറച്ച് റഷ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വെൽ അറേഞ്ച്ഡ് ആണ് അവരുടെ ഈ ഒരു സിസ്റ്റം. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് വന്നിട്ട് അപ്പോൾ വൈകുന്നേരം സന്ധ്യയ്ക്കുള്ള വ്യൂ ആണിത്. ബോട്ട് ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്യാണ്. എന്താ പറയുക, ആ ഒരു സൺസെറ്റൊക്കെ നമുക്കിങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. വളരെ നല്ലൊരു, ഏറ്റവും എനിക്കിഷ്ടമായത് ഈ സൺസെറ്റ് ടൈമായിരുന്നു. സൺറൈസ് നമ്മൾ കണ്ടു, സൺസെറ്റും കണ്ടു, പിന്നെ സാധാരണ പകലുള്ള വ്യൂവും കണ്ടു. സൺസെറ്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള ഒരു സമയമാണിത് ശരിക്കും. ഇതാണ് രാത്രിയിലത്തെ കാഴ്ച അവിടുത്തെ. ശരിക്കും പറഞ്ഞാൽ രാത്രി നമുക്ക് ഉറങ്ങാനോ അങ്ങനെ പോയി അവിടെ കിടക്കാൻ തോന്നില്ല. എപ്പോഴും നമുക്ക് ആ വരാന്തയിൽ ഇങ്ങനെ ചാരി ഇരുന്ന് ഈ വ്യൂ കാണാനാണ് തോന്നുക. അത്ര ഭംഗിയാണ് ആ വ്യൂ. ഇപ്പോൾ രാവിലെ ഇത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വരാന്തയിൽ ഇരുന്ന് കാപ്പിയെല്ലാം കുടിച്ചു. അപ്പോൾ ആ സമയത്തുള്ള വ്യൂ ആണിത്. എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലം തന്നെയാണിത്. രാവിലെ ഏറ്റവും മുകളിലത്തെ ഡെക്കിൽ പോയാൽ സൺറൈസ് കാണാൻ പറ്റും. പിന്നെ യോഗയൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിലൊന്നും പോയില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കുന്നുകളുടെ അകത്ത് ചിലതിലൊക്കെ കേവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ 1-2 കേവിൽ ഞങ്ങളെ കൊണ്ടുപോയി. അപ്പം ഇതാണ് ആ കേവിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ എങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി പോകാൻ പറ്റുകയെന്ന് നോക്കൂ. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കയറാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഞെരങ്ങിയൊക്കെ പോകണം. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ആ ടൂർ പാക്കേജിലുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 11-12 ആകുമ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. വളരെയധികം ആഗ്രഹിച്ച് വന്നുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്കിതൊരു വളരെ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പം ഇത് അനുഭവിച്ച് അറിയേണ്ടത് ഒരു കാര്യമാണ്. അപ്പോൾ പറ്റുന്നവർ ഇവിടെ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കതെല്ലാം ആസ്വദിക്കാം. ഇതൊരു പ്രാവശ്യം വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ധാരാളം ടൂർ പാക്കേജുകളുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേറൊരു വീഡിയോയിൽ കാണുന്നവരെ